ഓക്കെ, ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സ് എന്നാണ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര്. നമ്മൾ എക്കണോമിക്സ് എന്താണെന്നാണ് ഇതുവരെ പഠിച്ചത് അല്ലേ. എക്കണോമിക്സ് എന്താണെന്നും ഡെഫിനിഷനും അതേപോലെ തന്നെ ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സും ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സുമാണ് സോഫാർ നമ്മൾ ഡീൽ ചെയ്തത്. ഇനി നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലോട്ട് കിടക്കാം. നമുക്ക് അലോട്ട് ചെയ്ത സിലബസ് പ്രകാരമുള്ള സബ്ജക്റ്റ് മാനേജീരിയൽ എക്കണോമിക്സ് ആണ്. കോമേഴ്സ് പഠിക്കുക കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മാനേജ്മെൻറ്റിന് എക്കണോമിക്സ് എങ്ങനെ യൂസ്ഫുൾ ആവുന്നു, മാനേജീരിയൽ എക്കണോമിക്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് എക്കണോമിക്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, എന്താണ് അതിൻ്റെ ഡെഫിനിഷൻസും പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അതിൻ്റെ ഒരു മീനിങ് പറയുന്നുണ്ട്. മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക് തിയറീസ് application of economic theories and analytical tools in managerial decision making. It is a study of allocation of scarce resources in various business activities like production and marketing. അപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക് തിയറീസ് ആൻഡ് അനലിറ്റിക്കൽ ടൂൾസ് ഇൻ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. നമുക്ക് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടി വരും അല്ലേ. ബിസിനസ്സിൽ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് എടുക്കേണ്ടി വരും. ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഏത് എൻ്റർപ്രൈസ് നമ്മൾ മാനേജ് ചെയ്യുകയാണ് വെച്ചാലും. അപ്പോൾ ആ മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് സഹായകമാകുന്ന അനലിറ്റിക്കൽ ടൂൾസും അതേപോലെ എക്കണോമിക് തിയറീസും അപ്ലൈ ചെയ്തുകൊണ്ടുള്ള എക്കണോമിക്സാണ് മാനേജീരിയൽ എക്കണോമിക്സ്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? എക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് നമുക്ക് മാനേജ്മെൻറ്റിന് എങ്ങനെ സഹായകമാകുന്നുണ്ട്? നമുക്ക് ബിസിനസ്സിൽ വേണ്ട എക്കണോമിക് തിയറീസിനെ കുറിച്ച് അല്ലെങ്കിൽ എക്കണോമിക്സ് തിയറീസ് വെച്ചുകൊണ്ട് ബിസിനസ്സിൽ നമുക്ക് എടുക്കേണ്ട ഒരുപാട് ഡിസിഷൻസ് ഉണ്ടാവും. ആ ഡിസിഷൻ മേക്കിങ്ങിന് സഹായകമാകുന്ന എക്കണോമിക് തിയറീസും ടൂൾസും എക്കണോമിക്സിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നു. ഓക്കെ, it is a study of allocation of scarce resources in various business activities like production and marketing. അപ്പോൾ ഇത് എന്തിനെക്കുറിച്ചുള്ള മാനേജീരിയൽ എക്കണോമിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെക്കുറിച്ചുള്ള ഒരു പഠനമാണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് അലോക്കേഷൻ ഓഫ് സ്കെയർ റിസോഴ്സസ്. അതായത് സ്കെയർ റിസോഴ്സസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏറ്റവും കുറവായിട്ടുള്ള റിസോഴ്സസ് ഒരുപാട് വേരിയസ് ബിസിനസ് ആക്ടിവിറ്റീസിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്നാണ് പറയുന്നത്. എന്തിനാണ് ഈ സ്കെയർ റിസോഴ്സസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? ഫോർ പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് എക്സെട്ര. അപ്പോൾ പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് എന്ന ആക്ടിവിറ്റീസിൽ സ്കെയർ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ്സിൽ വേണ്ട ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടി മാനേജീരിയൽ തിയറീസ് അല്ലെങ്കിൽ എക്കണോമിക് തിയറീസ് അനലിറ്റിക്കൽ ടൂൾസും ഉൾപ്പെടുത്തുന്ന അപ്ലൈ ചെയ്യുന്ന ഉപയോഗിക്കുന്ന ഒരു പ്രൊസീജിയർ, ആ ഒരു പഠനശാഖയാണ് മാനേജീരിയൽ എക്കണോമിക്സ്. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ എക്കണോമിക്സിൻ്റെ തിയറീസും ടൂൾസും മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന അതിനെ പറയുന്ന പേരാണ് മാനേജീരിയൽ എക്കണോമിക്സ്. ഓക്കെ, ഇനി അതിൻ്റെ ഒരു ഡെഫിനിഷൻ പഠിക്കാം. എന്താണ് മാനേജീരിയൽ എക്കണോമിക്സ്? അക്കോർഡിംഗ് ടു മിസ്റ്റർ ജോയൽ ഡീൻ, ദ ഫാദർ ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. അപ്പോൾ നേരത്തെ നമ്മൾ എക്കണോമിക്സിൻ്റെ ഫാദർ ആരാന്ന് പറഞ്ഞിരുന്നു അല്ലേ. ക്യൂൻ ഓഫ് എക്കണോമിക്സ് ആരാന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഫാദറാണ് മിസ്റ്റർ ജോയൽ ഡീൻ അല്ലേ. മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് ദ യൂസ് ഓഫ് എക്കണോമിക് അനാലിസിസ് ഇൻ ദ ഫോർമുലേഷൻ ഓഫ് ബിസിനസ് പോളിസീസ്. ബിസിനസ് പോളിസീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എക്കണോമിക് അനാലിസിസ് ചെയ്യുക അതിനെ പറയുന്ന പേരാണ് മാനേജീരിയൽ എക്കണോമിക്സ്. ഓക്കെ, അപ്പോൾ ഫാദർ ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് ഒരു കീ പോയിൻ്റാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സ് ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പിന്നെ നോക്കി നോക്കൂ, എക്കണോമിക് തിയറി ബിസിനസ് മാനേജ്മെൻറ്റ്, ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഈ പോർഷൻ അതാണ് മാനേജീരിയൽ എക്കണോമിക്സ്. അപ്പോൾ എക്കണോമിക്സ് ഇത് ബിസിനസ് മാനേജ്മെൻറ്റ് അല്ലേ. അത് രണ്ടും കൂടിയിട്ട് ചേരുന്ന സമയത്ത് എക്കണോമിക് തിയറി ബിസിനസ് മാനേജ്മെൻറ്റിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു, ആ ഒരു പോർഷനെ പറയുന്ന പേരാണ് മാനേജീരിയൽ എക്കണോമിക്സ്. ഒരു പിക്ചർ കൊടുത്തത് നമുക്ക് ക്ലിയറായിട്ട് പറഞ്ഞു തരുന്നതും ഉണ്ട്. ഓക്കെ, സോ അതാണ് മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഡെഫിനേഷൻ. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ പറയുന്നത്?
ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് പറയുന്നത് ഇതൊരു മൈക്രോ എക്കണോമിക്സ് ആണ്, നോർമേറ്റീവ് സയൻസ് ആണ്, പ്രാഗ്മാറ്റീവ് ആണ്, അതേപോലെ തന്നെ പ്രിസ്ക്രിപ്റ്റീവ് ആണ്, യൂസ് ഓഫ് മൈക്രോ എക്കണോമിക്സ്, യൂസ് ഓഫ് തിയറി ഓഫ് ഫേം, മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ്, മൾട്ടി ഡിസിപ്ലിനറി, ആർട്സ് ആൻഡ് സയൻസ്, റിയലിസ്റ്റിക് വൺ, ഓൺലി എ മീൻസ് ടു ആൻ എൻഡ്, സ്റ്റഡീസ് നോൺ എക്കണോമിക് വേരിയബിൾസ് അവൈലബിൾ. ഓക്കെ, അങ്ങനെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടുതൽ നമുക്ക് നോട്ടായിട്ട് ഞാൻ വേറെ PDF തരാം. എന്താ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയാൻ കാരണം, എന്താ നോർമാറ്റീവ് സയൻസ് എന്ന് പറയാൻ കാരണം, അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ സ്കോപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സും പറയുന്നുണ്ട്. സ്കോപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് എന്താ പറയുന്നത്? ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്, കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിസ്, പ്രൈസിംഗ് പോളിസീസ്, സ്റ്റഡി ഓഫ് മാർക്കറ്റ്, പ്രോഫിറ്റ് മാനേജ്മെൻറ്റ്, ക്യാപിറ്റൽ ബജറ്റിംഗ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ലീനിയർ പ്രോഗ്രാമിംഗ്, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, ബിസിനസ് സൈക്കിൾസ്. അപ്പോൾ സ്കോപ്പും ക്യാരക്ടറിസ്റ്റിക്സും സ്ലൈഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ PDF ആയിട്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടുതൽ വോയിസ് ആയിട്ടും ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്.